നമസ്കാരം. ഞങ്ങൾ 2015 കാനഡയിലെത്തി. 2019 യൂട്യൂബ് ചാനൽ തുടങ്ങി. അപ്പോൾ അന്ന് മുതലുള്ള ഞങ്ങളുടെ വിശേഷങ്ങളെല്ലാം നമ്മൾ വീഡിയോയിലൂടെ പങ്കുവെച്ചിട്ടുണ്ട്. പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ നമ്മൾ പങ്കുവെച്ചിട്ടുണ്ട്. പല ലൈഫ് സ്റ്റൈൽ വ്ളോഗ്സും ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ഒരു വിശേഷം ഉണ്ടായിരിക്കുകയാണ്. ഞാൻ കാനഡയിലെത്തി തുടങ്ങിയ ജോലി. ആ ജോലിയിൽ അങ്ങനെ പല പല ജോലി വിട്ടു. ഐ ടിയിലാണല്ലോ ഞാൻ ജോലി ചെയ്യുന്നത്. ഞാൻ 9 to 5 ജോലി വിട്ടു. അതിപ്പോൾ എങ്ങനെ പറയണമെന്ന് എനിക്കറിയത്തില്ല. അത് ഞാനിങ്ങനെ തപ്പിത്തടയുന്നത്. അപ്പോൾ 9 to 5 ജോലി ഞാൻ വിട്ടു. ഇപ്പോൾ ജോലിയില്ല. പക്ഷേ ഇപ്പോൾ ഞാൻ വേറൊരു കരിയറിലേക്ക് മൂവ് ചെയ്തിരിക്കുകയാണ്. ഞാൻ ഇനി മുതൽ ഫുൾ ടൈം ട്രേഡറാണ്. ഓക്കെ. അപ്പോൾ ട്രേഡിങ്ങിൻ്റെ ഹിസ്റ്ററി പറയുവാണെങ്കിൽ ഞാൻ 2020 ഞാൻ ട്രേഡിങ് തുടങ്ങിയത്. നമ്മുടെ കോവിഡ് കാലഘട്ടത്തിലാണ് ഞാൻ ട്രേഡിങ് തുടങ്ങിയത്. ഇപ്പോൾ ഒരു 6 വർഷമാകുന്നു. അപ്പോൾ ആ സമയത്ത് ഞാൻ ട്രേഡിങ് തുടങ്ങിയപ്പോൾ തന്നെ എൻ്റെ ഒരു ചിന്തയുണ്ടായിരുന്നു. ആ ട്രേഡിങ് തുടങ്ങിയ സമയത്ത് തന്നെ എനിക്ക് മനസ്സിലായി ഇതായിരിക്കും എൻ്റെ പ്രൊഫഷൻ, അല്ലെങ്കിൽ ഇതാവണം എൻ്റെ പ്രൊഫഷൻ എന്ന് എനിക്ക് തോന്നിയായിരുന്നു കുറച്ച് നാൾ കഴിയുമ്പോൾ. അപ്പോൾ അതിനു വേണ്ടിയുള്ള വർക്കിലായിരുന്നു ഞാൻ. അറിയാമല്ലോ, ട്രേഡ് ചെയ്തിട്ടുള്ളവർക്കറിയാം ഇത് ഭയങ്കര സ്ട്രഗിളുള്ളൊരു പ്രോസസ്സാണ്. അപ്പോൾ അങ്ങനെ ഇപ്പോൾ ഈ ഒരു സമയം എത്തിയപ്പോൾ എനിക്ക് മനസ്സിലായി ഞാൻ ജോലി വിടേണ്ട സമയമായിരിക്കുന്നു. അത് വേറൊന്നും കൊണ്ടല്ല ഞാൻ ട്രേഡിങ്ങിലായി എൻ്റെ കൂടുതൽ ഫോക്കസ്. ഞാൻ ട്രേഡിംഗ് മെൻറ്റർഷിപ്പ് ചെയ്യുന്നുണ്ട്, കുറേ പേരെ പഠിപ്പിക്കുന്നുണ്ട്. പിന്നെ ഒരു ട്രെയിനിങ് കമ്മ്യൂണിറ്റി ഉണ്ട്, ഡിസ്കോഡ് ഗ്രൂപ്പുണ്ട്. അപ്പോൾ അതെല്ലാം കൂടെ ആയിക്കഴിഞ്ഞപ്പോൾ എൻ്റെ ജോലിയിലുള്ള ഫോക്കസ് പതിയെ കുറയാൻ തുടങ്ങി. അപ്പോൾ എനിക്ക് മനസ്സിലായി അത് ജോലി അധികം മുന്നോട്ട് കൊണ്ടുപോയാൽ ശരിയാവത്തില്ല എന്ന് മനസ്സിലായപ്പോൾ ഞാൻ തന്നെ അങ്ങ് റിസൈൻ ചെയ്തു. ഓക്കെ. അപ്പോൾ അതാണ് സംഭവിച്ചത്. ഓക്കെ. പിന്നെ ഞാൻ പണ്ട് മുതലേ എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു ഒരു 40 വയസ്സ് കഴിയുമ്പോൾ തൊട്ട്, അല്ലെങ്കിൽ ആ ഒരു സമയമാകുമ്പോൾ തന്നെ എന്തെങ്കിലും ഒരു ജോലി സ്വയം എന്തെങ്കിലും ചെയ്യുക എന്നുള്ളത്, ഈ 9 to 5 ജോലി വിട്ടിട്ട്. അപ്പോൾ ഞാനങ്ങനെ കുറേ പരീക്ഷണങ്ങൾ നടത്തിയിട്ടുണ്ട്. നാട്ടിൽ ബാംഗ്ലൂർ ജോലി ചെയ്യുമ്പോൾ ഞങ്ങളൊരു ജ്യൂസ് കട തുടങ്ങിയായിരുന്നു. ഞങ്ങൾ ജ്യൂസ് കുടിക്കാൻ പോയ ഒരു കടയിൽ ഒരു പയ്യനെ പരിചയപ്പെട്ടപ്പം അവൻ്റെ പ്രചോദനം ഉൾക്കൊണ്ട് ഞങ്ങളൊരു ജ്യൂസ് കട തുടങ്ങി. പക്ഷേ അത് പൂട്ടി. ഞങ്ങളത് കാനഡയിൽ വരുന്നതിൻ്റെ 2 കൊല്ലം മുന്നാണ് തുടങ്ങിയത്. പക്ഷേ അത് ചുമതല നോക്കാതെ നടത്താത്തത് പൂട്ടി. പിന്നെ അത് കഴിഞ്ഞ് കാനഡയിൽ എത്തിക്കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ബ്രാംപ്ടണിൽ വീട് വാങ്ങിയ സമയത്ത് അച്ഛനും അമ്മയും ഇവിടെ വന്ന് നിന്നായിരുന്നു കുറച്ചാൾ. അപ്പോൾ ആ സമയത്ത് നമ്മൾ ഈ ദോശമാവിൻ്റെ ഒരു ബിസിനസ് തുടങ്ങിയായിരുന്നു. ദോശമാവ് ചെയ്തിട്ട് ഇവിടെ കടകളിലൊക്കെ കൊണ്ട് ഈ സ്റ്റോറിലും റെസ്റ്റോറൻറ്റിലും ഒക്കെ മാവ് കൊണ്ട് വെച്ച് വിൽക്കുന്ന പരിപാടിയൊക്കെ തുടങ്ങിയായിരുന്നു. അപ്പോൾ അത് നാട്ടിൽ നിന്നൊക്കെ, ചെന്നൈയിൽ നിന്നൊക്കെ നമ്മൾ ഈ ഗ്രൈൻഡറൊക്കെ വരുത്തിച്ച് തുടങ്ങിയ പരിപാടിയാണ്. ഞാനും എൻ്റെ വേറെ 2 ഫ്രണ്ട്സും കൂടെ തുടങ്ങിയത്. അത് ആക്ച്വലി ഇച്ചിരി കഷ്ടപ്പാടായിരുന്നു. ബിക്കോസ് ഞങ്ങൾക്കന്ന് ജോലിയുണ്ട്. ജോലി കഴിഞ്ഞ് വന്നിട്ട് ഞങ്ങൾ 3 പേരും കൂടെ പോയി മാവരയ്ക്കും, പാക്ക് ചെയ്യും. ഞങ്ങൾ തന്നെ ആയിരുന്നു. എല്ലാം മാനുവൽ പരിപാടിയായിരുന്നു. അപ്പോൾ എല്ലാം കഴിയുമ്പോൾ രാത്രി 12 മണിയൊക്കെ ആകും. പിന്നെ കിടന്നുറങ്ങി രാവിലെ 6 മണിയാകുമ്പോൾ എഴുന്നേറ്റ് വീണ്ടും ജോലിക്ക് പോയി. അപ്പോൾ അതും കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കിനും അത് നിർത്തേണ്ടി വന്നു, സമയം ഇല്ലാത്തത് കാരണം. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ ഈ ആമസോണിൻ്റെ ഡ്രോപ്പ് ഷിപ്പിംഗ് ഒരു 1-2 മാസം നോക്കിയായിരുന്നു. അത് നിർത്തി. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ പിന്നെ ആ സമയമായപ്പോഴത്തേക്കിനും കോവിഡായി. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ട്രേഡിങ്ങിലെത്തിയത്. റിയൽട്ടർ ശരിയാണല്ലോ. പിന്നെ ഞാൻ റിയൽട്ടറിൻ്റെ പരിപാടി പഠിച്ചായിരുന്നു. അത് 2024 തോന്നുന്നു. അപ്പോൾ ആ സമയത്തൊന്നും ഫുൾ ടൈം ട്രേഡിങ്ങിലേക്ക് ഇറങ്ങണമെന്നൊരു ചിന്തയൊന്നുമില്ലായിരുന്നു. അപ്പോൾ അങ്ങനെ ഞാൻ റിയൽട്ടറിൻ്റെ തുടങ്ങി. അപ്പോൾ അത് ഒരു 2 എക്സാമൊക്കെ എഴുതി കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി റിയൽട്ടറും എനിക്ക് പറ്റുന്ന പണിയല്ലെന്ന് മനസ്സിലായി. ആ താത്തു വെച്ചു. അപ്പോൾ ആ സമയത്തൊക്കെ ട്രേഡിങ് ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാൻ ഫിറ്റ്നസിൻ്റെ ഒരു പ്രോഗ്രാം ചെയ്തായിരുന്നു, ഫിറ്റ്നസ് ഇൻസ്ട്രക്ടർ ആവാൻ വേണ്ടിയിട്ടുള്ളത്. അത് ഞാൻ സർട്ടിഫിക്കേഷനൊക്കെ കിട്ടി. അത് പക്ഷേ ഞാനവിടെ വെച്ചിട്ടുണ്ട്. സർട്ടിഫിക്കേഷനൊക്കെ ഉണ്ടെന്നുള്ളൂ. എനിക്കിപ്പോഴും ഫിറ്റ്നസ് താല്പര്യമുള്ള കേസാണ്. പക്ഷേ ട്രേഡിംഗ് ആയിരുന്നു അപ്പോഴും എൻ്റെ മനസ്സിലല്ല. കാര്യം അതെനിക്ക് വിടാൻ ഒരുക്കമല്ലായിരുന്നു. കാര്യം ഞാൻ ട്രേഡിങ്ങിന് വേണ്ടി രാവും പകലും എല്ലാം ഉറക്കമുളച്ചിരുന്ന് ഭ്രാന്ത് പിടിച്ച് ഇരുന്നിട്ടുണ്ട്. അതിൻ്റെയൊക്കെ കഥ പറയാനാണെങ്കിൽ ഒത്തിരി ഉണ്ട്. എനിക്ക് ഒത്തിരി കാശ് പോയിട്ടുണ്ട് ട്രേഡിങ്ങിലൂടെ. ശരിക്കും പറയുവാണെങ്കിൽ തെള്ളാന്ന് തോന്നരുത്. ഒരു $100,000 അടുപ്പിച്ച് കനേഡിയൻ ഡോളേഴ്സ് പോയിട്ടുണ്ട്. നാട്ടിലൊരു 10-60 ലക്ഷം രൂപയോളം പോയിട്ടുണ്ട്. അതിനകത്ത് ലോൺ എടുത്ത കാശ് വരെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അപ്പോൾ അതെല്ലാം പക്ഷേ വീട്ടിൽ എനിക്ക് കാശൊക്കെ അതിൽ കൂടുതൽ മാർക്കറ്റിൽ നിന്ന് തന്നെ തിരിച്ച് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ അതൊക്കെയാണ് എൻ്റെ ഹിസ്റ്ററി. അപ്പോൾ ഇപ്പോൾ എന്തായാലും ഞാൻ പതിയെ ജോലി വിട്ടിട്ട് ട്രേഡിങ്ങിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. അപ്പോൾ അത് നമുക്ക് യൂട്യൂബിലൂടെ ഒന്ന് പറയാമെന്ന് വിചാരിച്ചു. പിന്നെ ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നത് ആക്ച്വലി എല്ലാവരും ജോലി വിട്ടിട്ട് ട്രേഡിങ്ങിലേക്ക് വരണമെന്നൊന്നുമല്ല കേട്ടോ. ഞാനിത് ഒറ്റ രാത്രി കൊണ്ടെടുത്ത ഡിസിഷനല്ല. 6 കൊല്ലം ഞാൻ എൻ്റെ ജോലിയും ട്രേഡിങ്ങും ഒരുമിച്ച് കൊണ്ടുപോയി എനിക്ക് ഓക്കെയാണ് എന്ന് തോന്നിയപ്പോൾ ഞാൻ വിട്ടതാണ്. പിന്നെ മാത്രമല്ല എനിക്ക് നല്ല വൈഫിനും അവൾക്കും നല്ല ജോലിയുണ്ട്, അപ്പോൾ ബാക്കപ്പും ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ വിട്ടത്. അപ്പോൾ ഒരാൾക്കെങ്കിലും വീട്ടിൽ ഫ്രീ ആയിട്ടിരുന്നത് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാമല്ലോ. അത് അവൾ ഇടയ്ക്ക് പറയും. അത് അവളുടെ സപ്പോർട്ടോടെ ഉള്ളതുകൊണ്ടാണ് ഞാൻ ജോലി വിട്ടത് കേട്ടോ. അല്ലാതെ ഒറ്റയ്ക്കല്ല. അവളെന്നെ കുറേ നിർബന്ധിച്ചു, എന്നാൽ വീട് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു വിട്ടേക്കാം വിടാതെ പറഞ്ഞു.
ഇപ്പോൾ ഞാൻ കേട്ടിട്ടുണ്ട് ഒത്തിരി പേര് ഇതുപോലെ ഈ ട്രേഡിങ്ങിലേക്ക് ഇറങ്ങാൻ വേണ്ടി ട്രേഡിങ് പഠിക്കാതെ തന്നെ ശരിക്കൊരു എക്സ്പീരിയൻസ് ആവുന്നതിന് മുന്നേ തന്നെ ജോലി വിട്ടിട്ട് ട്രേഡിങ്ങിലേക്ക് വന്ന ഒത്തിരി പേരുടെ കഥയൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. അതൊരിക്കലും ചെയ്യരുതാത്ത കാര്യമാണ്. ബിക്കോസ് ട്രേഡിംഗ് എന്ന് പറയുന്നത് ഭയങ്കര പ്രഷറുള്ള, മെൻ്റൽ പ്രഷർ നല്ലപോലെ തരുന്ന ഒരു പ്രൊഫഷനാണ്. നമ്മുടെ മാനസിക നിലയൊക്കെ എടുത്തിട്ട് അമ്മാനം അടിക്കളയും ചില സമയത്ത്. അതിനെക്കുറിച്ച് പറയാനാണെങ്കിൽ ഒത്തിരി ഉണ്ട്, ഞാൻ വേറെ വീഡിയോ ഒക്കെ ചെയ്യാം. അപ്പോൾ ഈ അങ്ങനെ ആരെങ്കിലും ഇപ്പോൾ ട്രേഡിങ്ങിലേക്ക് വരുവാണെങ്കിൽ തന്നെ ആദ്യം നല്ല രീതിയിൽ പഠിച്ച് നമുക്കൊന്ന് കൈ തെളിഞ്ഞ് നമുക്ക് ട്രേഡിങ്ങിൽ ആദ്യം വേണ്ടത് നമുക്കൊരു ഇമോഷണൽ ഡിസിപ്ലിനാണ്. ആ ഇമോഷണൽ ഡിസിപ്ലിനൊക്കെ ഉണ്ട്. നമുക്ക് നമ്മുടെ റൂൾസൊക്കെ ഫോളോ ചെയ്ത് നല്ല രീതിയിൽ ട്രേഡ് ചെയ്യാൻ പറ്റും എന്ന് തോന്നിയതിന് ശേഷം മാത്രമേ നമ്മൾ ജോലി വിടാവൂ. പിന്നെ ഈ മാർക്കറ്റ് എന്ന് പറയുന്നത്, ഈ ഫിനാൻഷ്യൽ മാർക്കറ്റ് എന്ന് പറയുന്നത് സ്റ്റേബിൾ അല്ല, മാറിക്കൊണ്ടേയിരിക്കും. അപ്പോൾ നമുക്ക് എപ്പോഴും ഒരു ബാക്കപ്പായിട്ടൊരു ഇൻകമെങ്കിലും ഉണ്ടെങ്കിൽ, ഒരു സെക്കൻഡ് ഇൻകമെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ ട്രേഡിങ് നമ്മുടെ 9 to 5 വിട്ടിട്ട് ട്രേഡിങ്ങിലേക്ക് ഫുൾ ഇറങ്ങാം. ഓക്കെ, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ പിന്നെ എൻ്റെ ഒരു 20ാമത്തെ വയസ്സിൽ ഞാൻ എൻ്റെ ജോലി തുടങ്ങിയതാണ്. അപ്പോൾ അന്ന് മുതൽ ജോലി തുടങ്ങിയപ്പോൾ എനിക്ക് 44 വയസ്സാവുന്നു. അപ്പോൾ പണ്ട് മുതലേ എനിക്ക് ഈ ബിസിനസ്സിനോട് ചെറിയ താല്പര്യമുണ്ട്, ഏതെങ്കിലും രീതിയിൽ സ്വന്തം എന്തെങ്കിലും ചെയ്യണമെന്ന്. അപ്പോൾ പിന്നെ ഇപ്പോൾ പറ്റിയില്ലെങ്കിൽ പിന്നെ എപ്പോൾ ചെയ്യാനാണ്? പിന്നെ നമ്മൾ പിന്നെ റിഗ്രറ്റ് ചെയ്യരുത്, നമുക്ക് സ്വന്തമായിട്ട് നമ്മൾ ആഗ്രഹിച്ചത് ചെയ്തില്ല എന്ന് പറഞ്ഞു. ഞാൻ ആക്ച്വലി പഠിച്ചത് IT ആണെങ്കിലും ജോലി ചെയ്തത് IT ആണെങ്കിലും ടു ബി ഓണസ്റ്റ് ഞാൻ ശരിക്കും പറഞ്ഞാൽ സർവൈവലിന് വേണ്ടി മാത്രമാണ്, നല്ല ശമ്പളം കിട്ടും എന്നുള്ളത് കൊണ്ട് മാത്രമാണ് ITയിൽ ജോലി ചെയ്തത് ഇത്രയും നാൾ. അതല്ലാതെ ITയോട് വലിയ പ്രത്യേക പാഷനോ കോർപ്പറേറ്റ് ജോലിയോട് വലിയ ആ പാഷനോ ഒന്നും ഉണ്ടായിട്ടല്ല, നമ്മുടെ സർവൈവലിന് വേണ്ടി മാത്രം ചെയ്തതാണ്. പിന്നെ ഇപ്പോൾ ഞാൻ ചെയ്യുന്നത് എനിക്ക് താല്പര്യം ഉണ്ടായിട്ട് ഇഷ്ടമുള്ളൊരു കാര്യമാണ് ഞാൻ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്, ട്രേഡിങ്. അപ്പോൾ അത്രേ ഉള്ളൂ. എന്തായാലും ഇത് ഒന്ന് ഞാനൊരു യൂട്യൂബ് വീഡിയോ ആക്കുകയാണെന്ന് വിചാരിച്ചു. പിന്നെ അത് മാത്രമല്ല, എനിക്കൊരു ട്രേഡിങ്ങിൻ്റെ ഇൻസ്റ്റാഗ്രാം ഹാൻഡിലുണ്ട്, മൈൻഡ് ഓവർ മാർക്കറ്റ്സ് എന്ന് പറഞ്ഞ്. അപ്പോൾ അത് ഞാൻ കൊടുക്കാം, പറ്റുമെങ്കിൽ എല്ലാവരും ഒന്ന് ഫോളോ ചെയ്തേരും കേട്ടോ. അപ്പോൾ ഇനിയും ഞാൻ ട്രേഡിംഗ് റിലേറ്റഡ് ആയിട്ടും അതല്ല ഞങ്ങളുടെ ലൈഫ് സ്റ്റൈൽ റിലേറ്റഡ് ആയിട്ടുള്ള കുറേ നല്ല വീഡിയോസായിട്ട് വരാം. ഓക്കെ, ഇപ്പോൾ ഇനിയും കുറേ ട്രേഡിങ്ങിൻ്റെ കുറച്ച് കഥകളൊക്കെ പറയാനുണ്ട്, എൻ്റെ സ്ട്രഗിൾസും ചാലഞ്ചസും അങ്ങനെ കുറേ പറയാനുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്കിനി വേറൊരു നല്ല വീഡിയോയുമായി കാണാം. ഓക്കെ, ബൈ.